നമസ്കാരം. മത്സര പരീക്ഷകളിൽ GKയുടെ ഭാഗത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കേണ്ട 7 സബ്ജക്റ്റുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ ഭാഗങ്ങൾ നിർബന്ധമായിട്ടും ഒരു പഠിതാവ് പഠിച്ചെടുക്കണം. ഇത് പഠിച്ചെടുക്കാതെയുള്ള മത്സര പരീക്ഷകൾ വിജയിക്കാൻ സാധ്യമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഏതൊക്കെയാണെന്ന് ഒന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തേത് നമുക്ക് കേരള നവോത്ഥാനമാണ്. കേരള നവോത്ഥാനത്തിലെ ചോദ്യങ്ങൾ ഒരു പരീക്ഷയിൽ 50 GKയിൽ 10 ഒരുപക്ഷെ നവോത്ഥാന ചോദ്യങ്ങളായി മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ നവോത്ഥാന നായകന്മാരെ കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പുസ്തകങ്ങൾ, ജീവചരിത്ര കഥകൾ തുടങ്ങിയവയെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവരൊക്കെ പഠിച്ചെടുക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റും. അതിനാദ്യം നമ്മൾ വേണ്ടത് ഏതാണ് പ്രധാനപ്പെട്ട ആളുകൾ എന്ന് നോക്കി വെക്കുക. ഏതാണ്ട് ഒരു 30ഓളം പേര് നമുക്ക് മത്സര പരീക്ഷകളിൽ കേരളത്തിൽ നിന്ന് ചോദിക്കാറുള്ള ആളുകളുണ്ട്. പഠിച്ചെടുക്കാനുള്ള ഒരു എളുപ്പമാർഗം കൂടി നമുക്കിവിടെ പറയാം. അതായത് നമുക്ക് പഠിക്കേണ്ടത് നാരായണ ഗുരുവിനെയാണെങ്കിൽ നാരായണ ഗുരുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുക. അതുപോലെ ഓരോരുത്തരുടെയും ജീവചരിത്രം അങ്ങനെ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തില് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും എന്നതാണ് സത്യം. ഉദാഹരണത്തിന് 56 88 03 13 28 56 88 03 13 28 ഇത് നാരായണ ഗുരുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന വർഷങ്ങളാണ്. 56 എന്ന് പറയുന്നത് 1856 അദ്ദേഹത്തിന്റെ ജനനം, 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, ഓക്കെ, 1903 SNDPയുടെ ആദ്യ യോഗം അല്ലെങ്കിൽ SNDP സ്ഥാപിതമായി, ഓക്കെ, റെഡി. 1913 ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. ഇനി നമുക്കുള്ളത് 1928 1928 അദ്ദേഹം സമാധിയായി. അപ്പൊ നമുക്ക് വേഗത്തില് വർഷങ്ങൾ വെച്ച് പഠിക്കുമ്പോൾ ജീവചരിത്രം തന്നെ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഈ തരത്തിലുള്ള പഠനം വളരെ നല്ലതാണ്. അപ്പൊ ഒന്നാമത്തെ ഭാഗം ഇത്രയേ ഉള്ളൂ. നവോത്ഥാന നായകന്മാരെ പഠിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ മേഖല ഏതാണെന്ന് നോക്കാം. അത് ജനറൽ സയൻസ് ആണ്. കെമിസ്ട്രി, ഫിസിക്സ്, ജീവശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ അടിസ്ഥാന വിവരങ്ങളാണ് സാധാരണ PSC പോലുള്ള പരീക്ഷകളിൽ ഉണ്ടാവാറുള്ളത്. നമ്മുടെ റാങ്ക് ഫയലുകളിൽ നിന്നും ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഓക്കെ. പക്ഷെ അതെങ്ങനെ പഠിച്ചെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വിജയം. ഇത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഓർത്തു വെക്കാനുമുള്ള ഒരു പ്രധാന ഉപാധി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 30ഓളം അല്ലെങ്കിൽ 35ഓളം സയന്റിസ്റ്റുകളുടെ ജീവചരിത്ര വിവരങ്ങളെ ഓരോന്നും വേർതിരിച്ച് പഠിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുക. ഉദാഹരണത്തിന് ഹംഫ്രി ഡേവിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ സോഡിയം കണ്ടുപിടിച്ചു, പൊട്ടാസ്യം കണ്ടുപിടിച്ചു, അയഡിൻ കണ്ടുപിടിച്ചു, ക്ലോറിനും അയഡിനും മൂലകങ്ങളാണെന്ന് നിർണയിച്ചു. റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി ഹംഫ്രി ഡേവിയുടെ സഹായിയായി പ്രവർത്തിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡേ എലമെന്റ്സ് ഓഫ് കെമിക്കൽ ഫിലോസഫി പ്രശസ്ത ഗ്രന്ഥം ലോഹങ്ങൾ വിളക്കാൻ ഉപയോഗിക്കുന്ന വൈദ്യുത ആർക്ക് കണ്ടുപിടിച്ചു. ഇതുപോലെ പഠിച്ചെടുക്കാൻ സാധിച്ചാൽ വളരെ വേഗത്തിൽ നമുക്ക് സയൻസിന്റെ ചോദ്യങ്ങള് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും, ഓക്കെ. അതുപോലെ തന്നെ മൂലകങ്ങൾ, അറ്റോമിക നമ്പറുകൾ, ഇവയൊക്കെ ഓരോ മൂലകങ്ങളും അവയുടെ പ്രത്യേകതകളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചെടുക്കേണ്ടതാണ്. എന്നാൽ എല്ലാ മൂലകങ്ങളും നമുക്ക് പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രധാനപ്പെട്ട ഒരു 50ഓളം മൂലകങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ പഠിച്ചെടുക്കുക. ഓരോന്നിന്റെ അറ്റോമിക നമ്പർ, സ്ഥാനം, ക്രമം, പ്രതീകം തുടങ്ങിയവയൊക്കെ പഠിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ നമുക്ക് സയൻസ് പെട്ടെന്ന് തന്നെ വിജയിച്ച് മറികടക്കാൻ സാധിക്കും. മൂലകങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് ഓർത്തു വെക്കുക. 118 മൂലകങ്ങൾ വൈക്രമത്തിൽ ഹൈഡ്രജൻ, ഹീലിയം, ബെറിയം, ബോറോൺ,
boron, carbon, nitrogen, oxygen, fluoride, neon, sodium, magnesium, aluminum, silicon, phosphorus, sulfur, chlorine, potassium, calcium, scanning, titanium, chromium, magnesium, iron, copper, nickel, copper, zinc, gallium, germanium, arsenic, selenium, bromine, krypton, rubidium, sulfur, tungsten, uranium, molybdenum, technetium, tin, rhodium, palladium, silver, cadmium, indium, tin, aluminum, tellurium, iodine, xenon, cesium, beryllium, magnesium, persodium, neodymium, promethium, samarium, europium, gallium, dulcium, holmium, pentolator, lutetium, nitrogen, radioactive, independent, gold, mercury, thallium, bismuth, polonium, asteroid, France, radioactive, thorium, uranium, Neptune, Pluto, amazing, Cuban, Berkeley, California, Extreme, Mentalism, Nobel, Lawrence, for Independence, Silver, the Body, Acid, Methane, Amsterdam, Georgia, Copper, Neon, Flower, Moscow, Tennyson, Augusta. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം, മത്സര പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ഭാഗം ഏതാണെന്ന് നോക്കാം. അത് ദേശീയ പ്രസ്ഥാനം ഇന്ത്യ ചരിത്രമാണ്. ദേശീയ പ്രസ്ഥാനം ഇന്ത്യ ചരിത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങളുമാണ്. മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം 1600 മുതലുള്ള കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യം നേടുന്നതുവരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചെടുക്കുകയാണ് ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. കോൺഗ്രസ്, സ്വാതന്ത്ര്യ സമര സേനാനികള്, അവരുടെ ജീവചരിത്രം, ഇവിടെ നമുക്ക് വിജയിക്കാൻ ഏറ്റവും വേഗത്തിൽ ഉത്തരം കണ്ടെത്താൻ ഏറ്റവും നല്ല മാർഗമാണ് ഒരു 10-40 പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവചരിത്രം പഠിച്ചെടുക്കുക. അങ്ങനെ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക ചോദ്യങ്ങളും ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും എന്നതാണ്. അപ്പൊ 3 കാര്യങ്ങൾ, 3 പ്രധാനപ്പെട്ട മേഖലകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒന്ന് നവോത്ഥാന നായകന്മാര്, 2 നമുക്ക് ജനറൽ സയൻസ്, 3ാമത്തത് നമുക്ക് ദേശീയ പ്രസ്ഥാനം. ഇനി 4ാമത്തത് സൈബർ ലോ, IT, കറന്റ് അഫയേഴ്സ് എന്നീ മേഖലകൾ കൂടിയിട്ടുള്ളതാണ്. വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്, ഒരു സംഭവം കൂടിയാണ് ഈ മേഖല. പഠിച്ചെടുക്കാനുള്ള താല്പര്യം, മനസ്സാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. എല്ലാ ചോദ്യങ്ങളിലും ഉത്തരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും. ഉദാഹരണത്തിന് ഓപ്പറേഷൻ ഷീൽഡ് നടപ്പിലാക്കിയ സ്ഥലം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന്, ഓപ്പറേഷൻ ഷീൽഡ് COVID-19 പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അത് ഓർത്തെടുക്കാൻ ആ ഷീൽഡില് SHIELD എന്നാണല്ലോ അതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. അതിൽ നിന്നും നമ്മൾ എസ് ഒഴിവാക്കിയാൽ കിട്ടുന്ന അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഓപ്പറേഷൻ ഷീൽഡ് നടപ്പിലാക്കിയ സ്ഥലം. ഡൽഹി എന്ന ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ എല്ലാ ചോദ്യങ്ങളിലും അതിന്റെ ഉത്തരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. 4 ഭാഗങ്ങളായി. ഇനി 5ാമത്തെ ഭാഗം ഏതാണെന്ന് നോക്കാം. 5ാമത്തെ ഭാഗം നമുക്ക് വരുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ്. കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ രാജവംശങ്ങള്, കേരളത്തിന്റെ ഇന്നത്തെ കാര്യങ്ങള്, ചെറുത് വലുതായിട്ടുള്ള കാര്യങ്ങള്, പ്രധാനമായിട്ടും നദികളെ കുറിച്ചുള്ള സംഭവങ്ങള്, ഓരോ നദികളുടെയും പ്രത്യേകതകൾ പഠിച്ചെടുക്കുക. ഒത്തിരി ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വരും. പറ്റുമെങ്കിൽ നദികളുടെ വഴിക്രമം പഠിച്ചെടുക്കുക. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ആദ്യത്തെ 20 നദികൾ: പെരിയാർ, ഭാരതപ്പുഴ, പമ്പാ നദി, ചാലിയാർ, ചാലക്കുടി, കടലുണ്ടി, അച്ചൻകോവില, കല്ലടയാർ, മൂവാറ്റുപുഴ, വളവട്ടനപ്പുഴ, ചന്ദ്രഗിരിപ്പുഴ, വാമനപുഴംപുഴ, കുപ്പംപുഴ, മീച്ചില, കുറ്റ്യാടിപ്പുഴ, കരുമനിയാർ, ശിഖപ്പുഴ, കായംകോട് പുഴ, ഇത്തിക്കടയാർ. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ രാജവംശങ്ങൾ, പ്രധാനപ്പെട്ട രാജവംശങ്ങൾ കേരളത്തിലെ. അവയുടെ ഓർഡർ, ഓരോരാളുടെയും പ്രത്യേകതകൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. എന്തായാലും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ്. ഉദാഹരണത്തിന് തിരുവിതാംകൂർ രാജാക്കന്മാര്, അതുപോലെ 2ാം ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാര്, ഇവരുടെ ഓർഡറുകളൊക്കെ ഇതുപോലെ പറഞ്ഞ് പഠിച്ചെടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. തിരുവിതാംകൂർ രാജാക്കന്മാർ: വൈക്കമത്തിൽ മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ, അവിട്ടം തിരുനാൾ, ഗൗരിലക്ഷ്മിബായ്, ഗൗരി പാർവതിബായ്, സ്വാതി തിരുനാൾ, ഉത്തരം തിരുനാൾ, ആര്യൻ തിരുനാൾ, വിശാഖൻ തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, സേതുലക്ഷ്മിബായ്, ചിത്ര തിരുനാൾ. 2ാം ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ: വൈക്രമത്തിൽ കുലശേഖരവർമ്മ, രാജശേഖരവർമ്മ, സ്ഥാനരവിവർമ്മ, രാമവർമ്മ, ഘോദവർമ്മ, ഇന്ദുകോദവർമ്മ, ഭാസ്കരരവിവർമ്മ, 1ാമൻ ഭാസ്കരരവിവർമ്മ, 2ാമൻ വീരകേരളൻ രാജസിംഹൻ ഭാസ്കരരവിവർമ്മ, 3ാമൻ രവിരാമവർമ്മ, രാമവർമ്മ കുലശേഖരൻ. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ഭാഗം ഏതാണെന്ന് നോക്കാം. 5ാമത്തെ ഭാഗം കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഏതാണ്ട് 10 ചോദ്യങ്ങൾ വരെ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ചിലർക്ക് വല്ലാത്തൊരു മടിയാണ് പഠിച്ചെടുക്കാൻ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആസ്വദിച്ചിട്ടുള്ള പഠനമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ഇതൊക്കെ ഓർത്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ ഒരു 6 വയസ്സുള്ള കുട്ടിയുടെ മനസ്സുമായി ഇരുന്ന് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ
നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ക്ലാസ്സുകളിൽ നിന്നായാലും ഓൺലൈനിൽ നിന്നായാലും പുസ്തകങ്ങളിൽ നിന്നായാലും ഒക്കെ നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വകുപ്പുകൾ, ഭേദഗതികൾ, ഷെഡ്യൂള് തുടങ്ങിയ മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ ഇതെല്ലാം ഓർഡർ ബേസിൽ തന്നെ പഠിച്ചെടുക്കാനുള്ള ശ്രമം കൂടി നമ്മൾ നടത്തണം. ഇന്ത്യൻ ഭരണഘടനാ പട്ടികകൾ: 1. ഇന്ത്യൻ യൂണിയൻ. 2. രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ ശമ്പളം, വേതനം തുടങ്ങിയവയെ കുറിച്ച്. 3. സത്യപ്രതിജ്ഞ. 4. രാജ്യസഭാ സീറ്റ് വിഭജനം. 5. SE/ST. 6. ആസാം, മിസോറാം, ത്രിപുര, മണിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഗോത്ര വർഗങ്ങളെ കുറിച്ച്. 7. 3 ലിസ്റ്റുകൾ. 8 ഔദ്യോഗിക ഭാഷകൾ. 9 ആക്ടുകൾ, റെഗുലേഷനുകൾ. 10 കൂറുമാറ്റ നിരോധന നിയമം. 11 പഞ്ചായത്ത് രാജ്. 12 മുനിസിപ്പാലിറ്റി. ഭരണഘടന നിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ: ആൻമസ്ലിം, ദാക്ഷാണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, മാലതി ചൗധരി, കമല ചൗധരി, രാജകുമാരി അമൃതകർ, സുജിത കമലാനി, ഹൻസ മേത്ത, രേണുക റായ്, ബീഗം ഐഷ സരസ്വത്, പൂർണിമ ബാനർജി, ലീല റോയ്, സരോജിനി നായിഡു, വിജയലക്ഷ്മി പാണ്ഡിറ്റ്, ദുർഗാബായ് ദേശ്മുഖ്. 6 മൗലിക അവകാശങ്ങൾ: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംസ്കാരവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം, ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് അടുത്ത മേഖലയെ കുറിച്ച് പറയാം. അത് വർഷങ്ങളാണ്. വർഷങ്ങൾ എന്ന് പറയുമ്പോൾ പലർക്കും പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതുപോലെ അത് പഠിച്ചെടുക്കുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ വേഗത്തിൽ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വർഷം പഠിക്കുമ്പോൾ 1924 പഠിച്ചെടുക്കേണ്ടതെങ്കിൽ ആ 1924 കാര്യങ്ങൾ എല്ലാം, പ്രധാനപ്പെട്ട PSC ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ താഴെ തന്നെ എഴുതിയെടുക്കാനുള്ള ശ്രമം നടത്തുക. ഉദാഹരണത്തിന് വൈക്കം സത്യാഗ്രഹം, കുമാരനാശൻ അന്തരിച്ചു, ലെനിൻ അന്തരിച്ചു, ചട്ടമ്പി സ്വാമികൾ സമാധിയായി, ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് 24. അപ്പൊ അതൊക്കെ 24ന്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 50ഓളം വർഷങ്ങൾ ഇതുപോലെ നമ്മൾ ഓർത്ത് പഠിച്ചു വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് വർഷങ്ങളിൽ നിന്ന് നമുക്ക് റിക്കവറി ചെയ്യാൻ സാധിക്കും എന്നതാണ് സത്യം. 1989 മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണമായി. പ്രേം നസീർ അന്തരിച്ചു. ഇന്ത്യ അഗ്നിമിശ്രെ വിക്ഷേപിച്ചു. ബർലിൻ മതിൽ പൊളിച്ചു. 1970 മന്നത്ത് പത്മനാഭൻ അന്തരിച്ചു. പനമ്പയിൽ ഗോവിന്ദമേനോൻ അന്തരിച്ചു. പട്ടം താണുപിള്ള അന്തരിച്ചു. CV രാമൻ അന്തരിച്ചു. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ചു. 1951 ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചു. മിസ് വേൾഡ് മത്സരം ആരംഭിച്ചു. ഇന്ത്യൻ ഭരണഘടനയെ ആദ്യമായി ഭേദഗതി ചെയ്തു. സലാർജംഗി മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. ബഷീറിന്റെ ഇന്നു പാപ്പയ്ക്കായ ആനയുണ്ടായിരുന്നു പ്രസിദ്ധീകരിച്ചു. APSC അവരുടെ ആദ്യ നാടകം അവതരിപ്പിച്ചു. 1902 രാജവർമ്മയുടെ ഭാഷാഭൂഷണം എന്ന കൃതി പ്രസിദ്ധീകരിച്ചു. ഡോയലിന്റെ ഭാസ്കർ ഹിൽസിലെ വേട്ടനായ എന്ന കൃതി പ്രസിദ്ധീകരിച്ചു. വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് ജനിച്ചു. പ്രശസ്ത കന്നഡ സാഹിത്യകാരൻ ശ്രീരാമ കാരന്ത് ജനിച്ചു. സ്വാമി വിവേകാനന്ദൻ സമാധിയായി. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കോട്ടയ്ക്കൽ ആരോ ഇൻഡസ്ട്രിയൽ സ്ഥാപിതമായി. ഈ 7 ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. 1 നവോത്ഥാന നായകന്മാര്, 2ാമത്തത് സൈബർ ലോ, IT ആൻഡ് കറന്റ് അഫയേഴ്സ്, 3ാമത്തത് ജനറൽ സയൻസ്, 4ാമത്തത് കേരളം അടിസ്ഥാന വിവരങ്ങൾ ചരിത്രം, 5 ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ചരിത്രം, 6ാമത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ, 7ാമത്തത് വർഷങ്ങൾ. ഇവ കൂടാതെയുള്ള മത്സര പരീക്ഷ വിജയസാധ്യത വളരെ കുറവാണ്. ഇവയുണ്ടെങ്കിൽ മത്സര പരീക്ഷയിൽ വിജയസാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് വിജയം തൊട്ടടുത്തുണ്ട്. അത് അന്യമായി നിൽക്കുന്നൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ വേഗത്തിൽ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നതാണ്. നല്ല ഭാവി ഉണ്ടാവട്ടെ, നല്ല ജോലി ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. സൈനിങ് ഔട്ട്, ബക്കർ കൊയിലാടി.